good morning and welcome back to my channel. അപ്പോൾ കാലത്തെ തിക്കും തിരക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. സോ ദ മോർണിംഗ് റഷ് ജസ്റ്റ് ഓവർ. മീനെ സ്കൂൾ ബസ് കയറ്റി വിട്ടു. സിദ്ധുവിനെ ഏട്ടൻ ഡ്രോപ്പ് ചെയ്യാൻ പോയേക്കാണ്. ആൻഡ് ഐ ചേഞ്ച്ഡ് ആൻഡ് ഐ എം ഹെഡിങ് ടു ദ ജിം റൈറ്റ് നൗ. ഡ്രിങ്കിങ് മൈ പ്രീ വർക്കൗട്ട് റൈറ്റ് നൗ. നമുക്ക് ജിമ്മിലോട്ട് പോവാം. വേണ്ടിയിട്ട് ഇറങ്ങി. സോ ടുഡേ ഈസ് ആക്ച്വലി എ വർക്കിംഗ് ഡേ. ഇന്ന് ട്യൂസ്ഡേ ആണ്, എനിക്ക് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്. ബട്ട് ഐ എം ഓൺ ലീവ്. ദ റീസൺ ഈസ് ദീപു ഈസ് ഹെഡിങ് ഔട്ട് ഫോർ എ ബിസിനസ് കോൺഫറൻസ് അഗെയിൻ. അപ്പോൾ ഏട്ടൻ ഇന്ന് ഉച്ചയ്ക്കാണ് പോകുന്നത്. വേണമെങ്കിൽ എനിക്കൊരു ഹാഫ് ഡേ എടുത്ത് പോയിട്ട് വരാമായിരുന്നു. ബട്ട് ഇന്ന് എൻ്റെ ഇൻ ഓഫീസ് ഡേ ആണ്. പിന്നെ എനിക്ക് 1 മണിക്കൂർ ഓഫീസിലോട്ട് കമ്മ്യൂട്ട് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ കാലത്ത് പോയിട്ട് ഉച്ചയ്ക്ക് വരുമ്പോഴേക്കും 2 മണിക്കൂർ വെറുതെ അവിടെ വേസ്റ്റ് ആവും. പിന്നെ എൻ്റെ ബാഗ് പാക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യണം. ലാസ്റ്റ് ടൈം ഏട്ടൻ ബിസിനസ് ട്രിപ്പിനായപ്പോൾ ഹി വെൻറ്റ് ഫോർ ലൈക്ക് 6 days. ഇപ്രാവശ്യം ഇറ്റ്സ് ഓൺലി 3 days. 3 എന്ന് പറയാൻ പറ്റില്ല, 4 days. പക്ഷെ ഇപ്രാവശ്യം ഒരു 4 days ആണ് പോകുന്നത്. സോ അതിൻ്റെ ഇടയിൽ ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസം ഇറ്റ് വിൽ ഗെറ്റ് വെരി ഹെക്ടിക്. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നതും ടേക്ക് കെയർ പിക്കപ്പും ആക്ടിവിറ്റീസും എല്ലാം കൂടിയിട്ട് ഡിഫിക്കൽട്ട് ആവും. സോ ഐ തോട്ട് ഐ ടേക്ക് ലീവ് ടുഡേ. സോ ഞാൻ ഇന്നും ലീവാണ്, തേഴ്സ്ഡേയും ലീവാണ്. നാളെയൊക്കെ ഐ ഗെറ്റ് വർക്ക് ഫ്രം ഹോം. അപ്പോൾ ഐ വിൽ ബി ഏബിൾ ടു വർക്ക് ദെൻ. അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു വിടുന്ന കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വീഡിയോ എടുക്കാം. പിന്നെ എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫുൾ ഡേൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട്. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ വിൽ ബി ഏബിൾ ടു ടേക്ക് ഫുട്ടേജ്. ഞാനിപ്പോൾ അത്ര എടുക്കാത്തതിൻ്റെ വേറെ റീസൺ ആണ്, ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ മീ ടു എഡിറ്റ് അത്രയും വലിയ ഫുട്ടേജൊക്കെ ആവുമ്പോൾ. That's why I do mostly like morning vlog or evening vlogs. But yeah, I'll try ഇപ്രാവശ്യം. പിന്നെന്താ വിശേഷം? എല്ലാവർക്കും അവരുടെ നാട്ടിലൊക്കെ എന്താ വിശേഷം? നാട്ടിലും പിന്നെ ഇവിടെയും ഇവിടുത്തെ മെയിൻ വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് പ്രസിഡൻ്റ് ആയതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അല്ലാത്തവർക്ക് മേ ബി ദി ആർ നോട്ട് ദാറ്റ് അവെയർ ഓഫ് വാട്ട്സ് ഗോയിങ് ഓൺ. ഇപ്പോൾ ട്രംപ് ഇപ്പോൾ പ്രസിഡൻ്റായി ചാർജ് എടുത്തതിന് ശേഷം ഇവിടെ ഒരുപാട് ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ട്. മോസ്റ്റ്ലി മെക്സിക്കൻസ് ആണ്. അല്ലാത്ത വരുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷേ മെക്സിക്കോ നമുക്ക് ഇവിടുത്തെ ഒരു ബോർഡർ കഴിഞ്ഞാൽ മെക്സിക്കോ ആയതുകൊണ്ട് അവിടുന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട് ഇല്ലീഗലി. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേരെയൊക്കെ പിടിച്ച് തിരിച്ച് പറഞ്ഞു വിടുക. അപ്പം അവരുടെ ഫാമിലീസിനെയൊക്കെ അത് ഒത്തിരി എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ്സ് എ റിയലി യുനോ ആരാ റൈറ്റ് എന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഒരു ഫാമിലിയിൽ നിന്ന് ഒരാളെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി സാഡ് സിറ്റുവേഷൻ. കാരണം അയാൾ ഇല്ലീഗലായിട്ട് വന്നിട്ട് ഇവിടെ ഒരു 15 വർഷം 20 വർഷം ജീവിക്കേണ്ട. അവരുടെ മക്കൾ ഇവിടുത്തെ US സിറ്റിസൺസ് ആണ്. ദേ ആർ ലൈക്ക് ലിവിങ് ഇൻ എ വെരി ലോ അവർലി വേജ്. അങ്ങനെയൊക്കെയാണ് അവരുടെ സിറ്റുവേഷൻ. അവർ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, അവിടുത്തെ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ജീവിക്കണേ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദർ ആർ ലോട്ട് ഓഫ് ക്രിമിനൽസ് ഓൾസോ. അങ്ങനെ ഗ്യാങ്ങിലൊക്കെ ഉള്ള ആൾക്കാരും അങ്ങനെ ഒരുപാട് എന്താ പറയുക. കഴിഞ്ഞ വർഷമൊക്കെ കാലിഫോർണിയയിലും ന്യൂയോർക്കിലൊക്കെ ഈ സബ്വേയിലൊക്കെ ആൾക്കാരെ അടിക്കുക, പിന്നെ അതുപോലെ കാറിൽ നിന്നൊക്കെ ഇങ്ങനെ കളവ് പോവുക, അങ്ങനത്തെ ഒരുപാടുണ്ട്. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഹൂസ് ദ ഗുഡ് ഗായ് ഹൂസ് ദ ബാഡ് ഗായ് എന്ന്. അപ്പോൾ കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്തൊക്കെ ഒത്തിരി പേരങ്ങനെ എക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് പിടിച്ചു കൊണ്ടുപോയി ഫ്ലൈറ്റ് കയറ്റി വിടുകയാണ് അവരുടെ ഹോം ലാൻഡിലോട്ട്. വിച്ച് ഇസ് റിയലി എന്താ പറയുക, കൺഫ്യൂസിങ്. ഇറ്റ്സ് നോട്ട്, ഐ ഡോണ്ട് നോ ഹൂ ഇസ് റൈറ്റ്. ഐ ഡോണ്ട് നോ ഇഫ് ദ ഗവൺമെൻറ് ഇസ് റൈറ്റ് ഓർ ദ പീപ്പിൾ ആർ റൈറ്റ്. മേ ബി എന്തെങ്കിലും ഒരു പോളിസി ഉണ്ടായിരുന്നെങ്കിൽ ലൈക്ക് ദർ അസൈലം പോലെയൊക്കെ, മേ ബി ദാറ്റ്സ് എ റൈറ്റ് തിങ് ടു ഡു, ഗിവ് സപ്പോർട്ട് ടു ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി തന്നെ പുതിയൊരു റൂള് വന്നതെന്ന് പറഞ്ഞാൽ, റൂള് വന്നത് മേ ബി അത് കോർട്ട് ഡിസ്മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. വിച്ച് ഈസ് ആക്ച്വലി എഫക്റ്റിംഗ് അസ് ടു, ലൈക്ക് ഞങ്ങൾ പേഴ്സണലി അല്ല, പക്ഷേ ഇന്ത്യൻസും അല്ലെങ്കിൽ അതുപോലെ ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് ഇവിടെ ജീവിക്കുന്നവരെ കുറേ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യും ഇൻ ദ ഫ്യൂച്ചറിൽ. ആക്ച്വലി നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലീഗലാണെങ്കിലും ഇല്ലീഗലാണെങ്കിലും അമേരിക്കയിൽ വന്നൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ദേ ആർ US സിറ്റിസൺസ്.
അപ്പോൾ ഒരുപാട് H1B അതുപോലെയുള്ള നമ്മൾ വർക്കിംഗ് വിസയിൽ വരുന്ന ഒത്തിരി ഇന്ത്യക്കാരും അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ മക്കളും ഇവിടെ ജനിക്കുമ്പോൾ ദേ ബിക്കം US സിറ്റിസൺസ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ ഇപ്പോൾ എല്ലാവരും മെജോറിറ്റി ഓഫ് ദം ആർ ഇൻ ബാക്ക്ലോഗ്. അപ്പോൾ അങ്ങനെ ബാക്ക്ലോഗിൽ ഉള്ളവർക്ക് അറ്റ്ലീസ്റ്റ് പിള്ളേർ 18 വയസ്സാകുമ്പോൾ ദേ ക്യാൻ സ്പോൺസർ ദെയർ പേരൻസ്. അതൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മളിവിടെ ലോങ് ടേം താമസിക്കുകയാണെങ്കിൽ, ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ സെറ്റിലിംഗ് ഇൻ US എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, യു ആർ സെറ്റിലിംഗ് ഇൻ US എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മക്കൾക്ക് കോളേജിലൊക്കെ പോകണ്ടേ. അപ്പോൾ അവർ കോളേജിൽ പോണ സമയത്ത് അവർക്ക് ഇവിടുത്തെ സിറ്റിസൺസിൻ്റെ ഫീസ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ദേ വിൽ ഹാവ് ടു പേ ഇൻ്റർനാഷണൽ ഫീസ്. അതായത് ഒരു F1 വിസ സ്റ്റുഡൻറ്റിൻ്റെ ഫീസ് കൊടുക്കേണ്ടി വരും, വിച്ച് ഇസ് വെരി എക്സ്പെൻസീവ്. അതായത് ഇവിടുത്തെ കുട്ടികൾ കൊടുക്കുന്ന ഫീസിൻ്റെ 2-3 ഇരട്ടിയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ ഫീസ് കൊടുക്കുന്നത്. അതായത് വിച്ച് ഇസ് വെരി ഹാർഡ്. അതായത് ഇപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ നാട്ടിൽ ജനിച്ചിട്ട് US വരുന്ന ഗ്രീൻ കാർഡ് ഹോൾഡർ പേരൻസ് അല്ലാത്തവരുടെ മക്കളെല്ലാം H4 വിസയിൽ തന്നെയാണ്. യു ആർ ലൈക്ക് എ ഡിപ്പെൻഡൻറ്റ് ഫോർ ദം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇതുപോലെ കോളേജ് സമയത്ത് പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് കാണും. വോളണ്ടിയറിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കോളേജ് ഫീസ് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഇവിടെ ജനിച്ച സിറ്റിസൺസ് ആയ കുട്ടികൾക്ക് നമുക്ക് ലോണൊക്കെ കിട്ടും, നല്ല എഡ്യൂക്കേഷണൽ ലോൺസൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റിന് എടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് അങ്ങനെ പഠിക്കാൻ പോവാം. പിന്നെ ഇപ്പോൾ അവർ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇഫ് ദേ ആർ ഡൂയിങ് പാർട്ട് ടൈം ജോബ്സ്, അവർക്ക് അങ്ങനെ കുറേയൊക്കെ അഫോർഡബിലിറ്റി ഓപ്ഷൻസ് കൂടുതലാണ്. അപ്പോൾ അത് എടുത്ത് കളയുന്നെന്നും പറഞ്ഞ് ട്രംപ് ഒപ്പിട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ കോർട്ടിൽ അത് ഇനി വീണ്ടും അത് അപ്പീൽ ചെയ്യും എന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ വി ഡോണ്ട് നോ. ഞങ്ങളെ പേഴ്സണലി അതിപ്പോൾ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ലൈക്ക് ബോത്ത് ആർ കിഡ്സ് ഓൾറെഡി ഇവിടെ നേരത്തെ ജനിച്ചതുകൊണ്ട് അവർ സിറ്റിസൺസ് ആണ്, അവർക്ക് US പാസ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ്സ് ഗെറ്റിംഗ് എഫക്റ്റീവ് ഇൻ ഫെബ്രുവരി. അതുകൊണ്ട് ഒരുപാട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് പ്രസവിക്കാനുള്ള സ്ത്രീകളൊക്കെ ദേ ആർ ലൈക്ക് ആസ്കിങ് ഫോർ സിസേറിയൻ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ക്രൈസിസ് ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഓരോ ദിവസം ഓരോ പുതിയ ന്യൂസുകളാണ്. ഇപ്പോൾ ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ലായിരുന്നു. ഇപ്പം ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയ ന്യൂസ് കേൾക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് കറക്റ്റ് റൈറ്റ് നൗ. ഇപ്പം ഞാൻ ജിമ്മിലെത്തി. പിന്നെ എനിക്കിന്ന് വീട്ടിലല്ലാതെ പണികളൊക്കെ ഉണ്ട്. ആൻഡ് ഐ ഹാവ് ടു ഗോ ടു ദ മോൾ ടു റിട്ടേൺ സംതിങ്. അപ്പോൾ അതും ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ലീവുള്ള ദിവസം ഇതൊക്കെ നടക്കുള്ളൂ. പ്രത്യേകിച്ച് വിൻ്റർ ആയി കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം പുറത്തിറങ്ങാൻ പോലും ഇഷ്ടമല്ല. So yeah, that's the whole plan. അപ്പം ഞാൻ പോയി വർക്കൗട്ട് ചെയ്തിട്ട് വരാം. സോ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ജിമ്മിലെത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ട് മടി പിടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ യൂഷ്വലി ചെയ്യുന്ന മെഷീൻസൊക്കെ ഒരുവിധം ഒക്യുപ്പൈഡ് ആയിരുന്നു. സോ ഞാൻ ബാക്ക് വർക്കൗട്ടൊന്നും ചെയ്ത് കുറച്ച് ഡെഡ് ലിഫ്റ്റ്സും പിന്നെ അതുപോലെയുള്ള ബാക്ക് റിലേറ്റഡ് വർക്കൗട്ട്സും ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നേരം ത്രെഡ്മില്ലിൽ നടന്നു. ആൻഡ് ദെൻ ഐ വെൻറ്റ് ടു ദ സോണ. ഞാനൊരു 20 minutes സോണയിലിരുന്ന്. സാധാരണ ജിമ്മിലെത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ സോണയിൽ കയറും ഒരു 2 minutes. വേറെ ഒന്നുമല്ല, പുറത്തെ തണുപ്പെന്ന് വരുമ്പോൾ മൊത്തത്തിലൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇന്നൊരു 20 minutes ഇരുന്നപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. സാധാരണ എനിക്ക് ഡേ ടു ഡേയിൽ സമയം കിട്ടില്ല. നേരത്തെ വീട്ടിലെത്തണ്ടേ, നമുക്ക് ഓഫീസിൽ പോകാനും കുളിച്ച് റെഡി ആവണം ജോലിക്ക് കയറുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഇന്നപ്പം ഞാനത് ആ ടൈം യൂസ് ചെയ്തു. ഞാൻ അവിടെ സോണയിലിരുന്നപ്പോൾ ഇങ്ങനെ കമൻറ്റ് സെക്ഷനൊക്കെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സംബഡി വാസ് ആസ്കിങ് ഇല്ലിനോയിൽ എവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ. ഇല്ലിനോയിൽ ഞാൻ നോർത്ത് വെസ്റ്റ് സബർബ്സിലാണ്. പിന്നെ ഞാൻ ജനറിക്കായിട്ട് ആൾക്കാർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഷിക്കാഗോ എന്ന് പറയാറുള്ളൂ. എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് യു ആർ ഷെയറിങ് യുവർ ഇൻഫർമേഷൻ പബ്ലിക്ലി. അപ്പോൾ എനിക്ക് എൻ്റെ എക്സാക്ട് ലൊക്കേഷൻ പറയാൻ ഇപ്പം താല്പര്യമില്ല.
പിന്നെ ഈ ഏരിയയിലുള്ളവർ താമസിക്കുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ പോകുന്ന സ്ഥലവും ഇതൊക്കെ വെച്ചിട്ട് യു വിൽ ബി നോയിങ് ഞാൻ ഈ ഏരിയയിലാണ് താമസിക്കുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾ എന്നെ നേരിട്ട് വന്ന് കാണാൻ സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ ദെൻ ഐ വിൽ ടെൽ യു വേർ ഐ ആം. അല്ലെങ്കിൽ ആസ് ലോങ് ആസ് യു ഡോണ്ട് ഹാവ് മൈ ഫോൺ നമ്പർ യു ഷുഡൻ ബി നോയിങ് വേർ ഐ എം ലൊക്കേറ്റഡ്. ജസ്റ്റ് എൻ്റെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. പീപ്പിൾ മൈ തിങ്ക് വാട്ട്സ് എ ബിഗ് ഡീൽ, യു ആർ ഷെയറിങ് യുവർ ഹോൾ ലൈഫ് ഇൻ ദ ഇൻ്റർനെറ്റ്, വാട്ട്സ് എ ബിഗ് ഡീൽ. പക്ഷെ എന്നാലും വെരി ഹെവിലി എഡിറ്റഡ് ഫുട്ടേജ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം ഷെയറിങ് ആൻഡ് ഐ ട്രൈ ടു കൺസീൽ മോസ്റ്റ് ഓഫ് മൈ പേഴ്സണൽ ഇൻഫർമേഷൻ ഇൻ ദർ ജസ്റ്റ് ഫോർ സേഫ്റ്റി, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഹെഡിങ് ബാക്ക് ഹോം ആൻഡ് ദെൻ ഇനി കുളിച്ച് റെഡിയായി നീ ടു ഗോ ടു റിട്ടേൺ സം സ്റ്റഫ്. പിന്നെ ഏട്ടനെ ബാഗ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. യൂഷ്വലി ഹി ഡസ് സ്റ്റഫ്. പക്ഷെ ഇന്നലെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. സിദ്ധു ഭയങ്കര വാശിയായിരുന്നതുകൊണ്ട് ഹി വാണ്ടഡ് ടു സ്ലീപ്പ് ഇൻ അവർ ബെഡ്റൂം. അപ്പോൾ രാത്രി നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഇന്നിപ്പോൾ ഏട്ടനിപ്പോൾ കുറച്ച് പാക്ക് ചെയ്ത് കാണും. ഐ ഗോ ആൻഡ് ഗിവ് ഹിം കമ്പനി. ഇന്ന് ഓഫീസ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് വെച്ചാൽ മടി അടിച്ചുകൊണ്ടിരിക്കുന്നത്. Or maybe I'm just tired, who knows. Yo bro, ready ആണോ പോവാൻ? പണിയൊക്കെ തീർത്തിട്ട് പോണം. ഏട്ട പോണല്ലോ, ഏട്ട പോണെങ്കിൽ ഞാൻ ലീവാണ്. നിനക്ക് വെക്കേഷൻ ടൈമാണ്, ഞാൻ പോണ സമയത്ത്. വെക്കേഷൻ ഒന്നല്ല, നിന്ന് നോക്ക്. പിള്ളേർക്കൊന്നും അസുഖം വരാണ്ടിരുന്നാ മതി അല്ലേ? എനിക്ക് അസുഖം വരാണ്ടിരുന്നാ. വലിയ പെട്ടിയൊക്കെ എടുത്ത് വെച്ചേക്കാണ് 3 ദിവസം പോവാൻ. ഞാൻ പഴയ ബേസ്മെന്റ് എടുത്തിട്ട് വന്നു. അതിൻ്റെ അകത്തെല്ലാം ഉണ്ടോ? പഴയ കുറച്ച് പാക്കിംഗ് ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ട്. ലോലയ്ക്ക് അറിയാൻ തോന്നി ഞാൻ പോണത്. ഏയ് ലോല പോ, ഇനി ഞാനേ ഉള്ളൂ നിനക്ക് ജീവിക്കാൻ. പോ, ഇനി എന്നോട് വേണം സ്നേഹം കാണിക്കാനായിട്ട്. കരയണ കിട്ടാതെ ഇഷ്ടപ്പെട്ടെ ചുംബി സമയത്ത് ഒറ്റയ്ക്ക് പോകാനല്ലേ ഇത് നല്ലത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തിക്കാം. മൈൻഡ് സെറ്റ് ഒക്കെ പോയി. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. അങ്ങനെ മനസ്സങ്ങനെ എംപ്റ്റി ആയിട്ട് യാത്ര ചെയ്യാനുള്ള മൈൻഡൊന്നും അല്ലേ. ലോലയ്ക്ക് വിഷമം. വേറെ ഒരുപാട് കാര്യങ്ങൾ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ. വീട്ടിലുള്ളപ്പോ വീട്ടുകാരെ ആലോചിക്കണ്ട. വീട്ടിലുള്ളപ്പോ വീട്ടുകാരെ ആലോചിക്കണ്ട. എല്ലാം എടുത്ത്, ഒരുവിധം എല്ലാം എടുത്ത്. ഷൂസ് പൊടി തന്നെ അല്ലേ. ഓക്കെ, നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം എടുത്തിട്ടുണ്ട് ഒരുവിധം. ഒന്നും മറന്നിട്ടില്ലെന്ന് തോന്നണം. ഞാൻ വൈകുന്നേരം വരുമ്പോ കട്ടേ ഇന്നലെ തൊട്ട് തണ്ണി മരത്തെ പറിച്ചിട്ടുണ്ട്. സന്തോഷമായോ? പോവാണ്. ഞാൻ പോയാ മതിയാ, എനിക്ക് സഹിക്കണില്ല. ഞാൻ ഒരു ദിവസം എവിടെ എങ്ങോട്ടെങ്കിലും മാറി എന്നിട്ട് 2 വർഷം വീട്ടിലാരാണ്. ഞാൻ പോയിട്ട് വരാം. ഫൈസലിന്റെ ബാഡ്ജ് എന്നാണ്. ചോദിക്കണമെന്നല്ല, വെള്ളം കുടിച്ചിട്ട് തിരിച്ചു തരാം. Somebody sad. നോക്ക് അച്ഛൻ വരും, 3 ദിവസം കഴിഞ്ഞ് വരും കേട്ടാ. വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ വരുവാടാ 2 ദിവസം കഴിഞ്ഞ്. ലോലയ്ക്ക് മനസ്സിലായത് നോക്കട്ടെ, പിന്നാലെ ഇടക്കിട നോക്ക്. ഏട്ടനെ കൊണ്ട് തന്നെ നാളെ ട്രാഷ് ഡേ ആണ്. അപ്പം ട്രാഷ് എടുത്ത് ഫ്രണ്ടിൽ വെക്കണം. അത് എൻ്റെ അടുത്തെടുത്ത് വെക്കാൻ പറഞ്ഞു. അപ്പം നാളെ ഞാൻ തിരിച്ചെടുത്ത് വെക്കാൻ മതിയല്ലോ. കാരണം അങ്ങോട്ട് വെക്കണ സമയത്ത് ഭയങ്കര ഹെവിയാണ്, ഫുൾ സാധനങ്ങളൊക്കെ നിറഞ്ഞിട്ട്. പിന്നെ ഇപ്പം മീയുടെ ബസ്സും വരും. അപ്പം മീ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടപ്പം തിരിച്ച് വരും. ഊബർ ബുക്ക് ചെയ്തേക്കുന്നത് 3 മണിക്കാണ്. ഇനിയുണ്ട് ഒരു 20 മിനിറ്റ്സ് സമയമുണ്ട്.
അങ്ങനെ പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ സിദ്ധുവിനെ വിളിക്കാൻ പോകണം. ഞാൻ മോളിൽ പോകാമെന്ന് വിചാരിച്ച പ്ലാനെ ക്യാൻസൽ ചെയ്തു. ഇനി എന്തായാലും തേഴ്സ്ഡേ പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് വയ്യ. ഇന്ന് എനിക്ക് ചെറിയ തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. ഞാനതുകൊണ്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. ഉറങ്ങണം വിചാരിച്ചിട്ട് ഉറങ്ങാൻ പറ്റില്ല, എന്നാലും കിടക്കുകയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഡിന്നറിൻ്റെ കാര്യം ഇതും മാത്രം നോക്കിയാൽ മതി. സിദ്ധുവിനെ വിളിച്ചിട്ട് വരാം. പിന്നെ ഡിന്നറിൻ്റെ കാര്യം കൂടി നോക്കി കഴിഞ്ഞാൽ ഇന്ന് ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ട് പോകും. നാളെ കുറച്ച് ഹെക്റ്റിക് ആയിരിക്കും, കാരണം നാളെ ഞാൻ വർക്കിംഗ് ആണ്. നാളെ ഇവരൊക്കെ ഡ്രോപ്പ് ഓഫും സ്കൂളും പിന്നെ നാളെ മിമിക്കൊരു ടെസ്റ്റ് ഉള്ള ദിവസമാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഇന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ ഈസി ആവും നാളെ ദിവസം. 3-4 ദിവസം ഉള്ളൂ. ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എത്തും. ഓൾറെഡി പോയപ്പോൾ തന്നെ തിരിച്ചു വരുമ്പോൾ നെയ്മീൻ പൊരിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അവിടെ ഫ്രൈഡേ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കണ വീഡിയോ എടുക്കാം. ഓക്കെ. ഹായ്. We'll move it. Come inside. It's cold. That Acha's going for a business trip and he'll be back after 3 days. No. Yeah? That's 5. Huh? No, 3. So he'll be leaving in 30 minutes. എന്നിട്ട് അമ്മയും മിയയും കൂടി പോയി സിദ്ധുവിനെ വിളിച്ചിട്ട് വരും. ഓക്കെ കേട്ടാ? Also you have to help around. A white car. ആര്? അച്ഛനാ? അച്ഛനാ പിക്ക് ചെയ്യാൻ ടാക്സി വരും. Going in a taxi? Mia. Just going in Uber. That's good. അച്ഛൻ കൊണ്ടുവന്നു ടാക്സിയിൽ. നാട്ടിൽ പോവാൻ ഓട്ടോറിക്ഷ പോവാം. Can we buy one? പിള്ളേ ബാഗ് നോക്കണമെങ്കിൽ ഇനി അരമണിക്കൂറില്ലേ? പെട്ടിയൊന്നും മറന്നു പോവല്ലേ ഏട്ടാ. ലോല ഏട്ടന്റെ പുറത്തേട്ട് ഞാൻ പറഞ്ഞില്ലേ, ലോലേട്ടന്റെ പിന്നാലെ ഇടക്കാണ്. അവക്കറിയാം. എടാ ലോല ദിവ്യ ദൃഷ്ടി 2 ദിവസത്തില് വരും അച്ഛൻ. ലോലക്കാണ് വിഷമം മുഴുവനും. So it's filed and that there's no longer the predicate precedence in terms of the deportation. റെഡിയാണോ? ഒരു പേന എടുത്ത് വെച്ചോ. ഇന്ന് ആക്ച്വലി ഇത്തിരി വെയിലുണ്ടല്ലോ. ശരി ശരി പോയിട്ട് വരാം. ശരി പോയിട്ട് വരാം. ഞങ്ങൾ മാനേജ് ചെയ്തോളാം. പോയിട്ട് കിടന്ന് ഉറങ്ങേ കുറച്ചു നേരം. ഇല്ല ലോല കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏട്ടനെ ഊബറിൽ കയറ്റി വിട്ടിട്ടുണ്ട്. ഭയങ്കര ടയേർഡായിട്ട് ഇരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഫ്ലൈറ്റിൽ കിടന്ന് കുറച്ച് ഉറങ്ങി ഫ്രഷ് ആയിട്ട് അവിടെ എത്തിയായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സിദ്ധുക്കുട്ടനെ വിളിക്കണം. അതിന് സമയമുണ്ട്, 1 മണിക്കൂറും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഇറങ്ങാം മിയ, ഇറങ്ങാം നമുക്ക്. I'm ready to go. Okay, let's go. I'm looking at this card. Oh. I'm looking at this Pikachu. ഓക്കെ മക്കളെ, ഇനി ഒരു 15 മിനിറ്റ്സിൽ സൺസെറ്റ് ആവും മിക്കവാറും. എനിക്ക് തലവേദന ഉണ്ടായിരുന്നു ഇന്ന് ഫുള്ള്. ഇപ്പം തൊണ്ടയിൽ വീണ്ടും ഒരു കിച്ച് വരുന്നു. അടുത്ത കോൾഡും ത്രോട്ട് പെയിനും ഇൻഫെക്ഷനും വരാനുള്ള പരിപാടിയാണോ എന്ന് അറിഞ്ഞുകൂടാ. വീട്ടിലെത്തിയിട്ട് ഇന്നൊന്ന് ആവി പിടിക്കണം. തൊണ്ടയിൽ മറ്റേ സോൾട്ട് വാട്ടറും ഗാർഗിൾ ചെയ്യണം. അല്ലെങ്കിൽ വയ്യാണ്ടായിക്കഴിഞ്ഞാൽ 2-3 ദിവസം നല്ല പണി കിട്ടും. ഹോൾസ് ഉണ്ട്, വീട്ടിലുണ്ടെന്ന് തോന്നണം ഹോൾസ്. അതിൻ്റെ 2 അടുത്ത് വയലിടാം. ഇങ്ങനെ ഒരസുഖം മാറി എന്ന് വിചാരിക്കുമ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും.
ഞാൻ ആദ്യം വിചാരിച്ചത് രാത്രി ദോശ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇവർക്ക് ഫുഡ് വേണമെന്ന് പറയുന്നു. അപ്പോൾ ഒന്നല്ലെങ്കിൽ പിസ്സ ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബർഗർ പിക്ക് ചെയ്യാം. അവനോട് സിദ്ധുവിനോടും കൂടി ചോദിച്ചിട്ട് നമുക്കത് ആലോചിക്കാം. ബോയേൻ്റെ ഒരു മിസ്സിങ് ഉണ്ട് ചെറുതായിട്ട്. ഏട്ടൻ എയർപോർട്ടിൽ എത്തിയിട്ട് അവിടെ വെയിറ്റിങ്ങിലാണ്. 6 മണിക്ക് എങ്ങാണ്ടാണ് ഫ്ലൈറ്റ്. പിന്നെ പോകുന്നത് കാലിഫോർണിയയിലോട്ടാണ്. അപ്പോൾ അവിടെ 2 അവർ ഫ്രണ്ടിലോട്ടാണ്. അപ്പം ഏട്ടൻ ഇവിടുത്തെ 6 മണിക്ക് പോയാലും അവിടെ ഒരു 8 മണിയാകുമ്പോൾ എത്തും. പക്ഷെ അത് ഷിക്കാഗോ ടൈം ഒരു 10 o'clock ആയിട്ടുണ്ടാവും. അങ്ങനെ അവിടെ എത്തിയിട്ട് വിളിക്കും. അങ്ങനെയൊക്കെ ഇരിക്കണു. സിദ്ധുക്കുട്ടൻ വെയിറ്റ് ചെയ്തിരിക്കും. ഇന്നെന്തോ ഒത്തിരി നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈനസിൽ നിന്ന് വന്നതുകൊണ്ട് കുറച്ചൊരു നല്ല വെതറായിരുന്നു. ഇന്ന് വെയിലൊക്കെ ഉണ്ടായിരുന്നു. 40s വന്നു. പക്ഷെ രാത്രിയാകുമ്പോൾ ഇപ്പം വീണ്ടും തണുപ്പ് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ട്. ഇന്ന് ഇരുട്ടും കൂടി ആയിരുന്നെങ്കിൽ ഭയങ്കര ഡിപ്രസിങ് ആയി പോയേനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷം. അപ്പോൾ ഇന്ന് ഞാൻ ഒന്നും കുക്ക് ചെയ്തില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ ജിമ്മി ജോൺസിൽ നിന്ന് സാൻഡ്വിച്ച് വാങ്ങുക ചെയ്തത്. എനിക്ക് വയ്യാത്തതുകൊണ്ട് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. You had a good day today? I want a burger. ബർഗറോ? സിദ്ധുവിന് എന്ത് വേണം? വാട്ടർമെലൻ. അവന് വാട്ടർമെലൻ മതി. ശരി എന്നാ വാ പോവാം. Video. വീഡിയോ എടുക്കണ്ട്. വന്ന ഉടനെ അച്ഛൻ അന്വേഷിക്കാണ്. ഫ്ലൈറ്റിൽ കയറിയാ? What is that thing? I have to switch off the phone now. Okay, say bye bye. Have a good flight. How is it like? Love you. What do you have throat pain? What happened to you? പിന്നെ My throat feels dry a lot. വെള്ളം കുടിക്കാനാണ്. I don't see. Babu. Babu. Password. Nighttime. No. And put your voice. It's watermelon. അല്ലേ സിദ്ധു? Can I hold it? Which one? This one? വേണ്ട, അമ്മ ആക്കിയിട്ട് തരാം. Now? പാവും 5 മിനിറ്റ്. Power Mountain. Who's Power Mountain? Can I hold it? Come here. Careful both hands. നല്ല വാട്ടർമെലനാണ്, മധുരമുണ്ട്. അമ്മ തരാം. വെയിറ്റ്. അമ്മ കൊണ്ടുതരാം. ടേബിളിൽ പോയിരിക്കാം. അമ്മ ഇപ്പം കൊണ്ടുതരാം. ടേബിളിൽ പോയിരിക്കും സിദ്ധു. നീക്ക് വാട്ടർമെലൻ വേണോ? ഞാൻ 2 ആളെയും ഉറക്കാൻ കൊണ്ടുപോയൊക്കെയായിരുന്നു. ഞങ്ങൾ നൈറ്റ് ടൈം റുട്ടീനൊക്കെ കഴിഞ്ഞ് 2 പേരെ ഉറക്കി. ഞാനും കുറേ നേരം അവരുടെ റൂമിൽ കിടന്നിട്ടാണ് ഇപ്പോൾ തിരിച്ചു വന്നത്. അല്ലെങ്കിൽ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ താഴത്തെ പണികളൊന്നും നടക്കില്ല. ഇപ്പോൾ സമയം 8 മണിയായി. എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവർ ഫുഡ് എടുത്ത് വെക്കണം. പിന്നെ ഞാനിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഡിന്നർ കഴിക്കണം. അപ്പോൾ ഇവിടെ ഒന്ന് ഒതുക്കണം, ഡിന്നർ കഴിക്കണം. പിന്നെ ബെഡ്റൂമും കുറച്ച് കുളമാണ്, ബെഡൊക്കെ. കാരണം ഞങ്ങളിന്ന് പാക്കിംഗ് ആയതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ കട്ടിലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടി അടുക്കി വെച്ചാൽ ഇന്ന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അവരെ കിടത്താൻ വേണ്ടി മുറി കിടന്ന ഗ്യാപ്പിൽ ഞാനെൻ്റെ റീലൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യണം ഇനി മോളിൽ പോകുമ്പോൾ. അപ്പോൾ അതാണ് നമുക്ക് ഇനിയുള്ള നെക്സ്റ്റ് പണി. നോക്കാനുണ്ട്.
പണിയൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് ഞാൻ മുകളിലെത്തി. ലോലനെയും വിട്ടു, ഡോറൊക്കെ ലോക്കാണോ എന്നൊക്കെ കൺഫേം ചെയ്തു. ഏട്ടൻ ഇപ്പോഴും ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഇനിയും 2 ഹവറും കൂടി ഉണ്ട് ലാൻഡ് ചെയ്യാൻ. ഏട്ടൻ ലാൻഡ് ചെയ്തിട്ട് മിക്കവാറും ഞാൻ കിടക്കുള്ളൂ, അതുപോലെ വല്ല സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഇവിടെ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കട്ടിൽ കൊള്ളായി കിടക്കണേ. ഇവിടെ കുറേ ഡ്രസ്സും സാധനങ്ങളും, പിന്നെ സൂട്ട് കേസിൻ്റെ അകത്താണ് ഞങ്ങൾ ഈ ട്രാവൽ പില്ലൊക്കെ വെക്കുന്നത്. അപ്പോൾ അതെല്ലാം പുറത്തെടുത്ത് വെച്ചേക്കാം. അപ്പോൾ അതൊക്കെ ഇനി എവിടെയെങ്കിലും ഒതുക്കി വെക്കണം, സൂട്ട് കേസ് തിരിച്ച് വരുന്നത് വരെ. അങ്ങനെ പിന്നെ ഇതും കൂടി ചെയ്തിട്ട് ഞാൻ കിടക്കും. പിന്നെ എനിക്ക് നാളെ വർക്കിംഗ് ആണ്. പക്ഷേ മീനെ കിടത്തുന്നതിന് മുമ്പ് മീക്ക് ഭയങ്കര ചുമ വരുന്നുണ്ടായിരുന്നു. മരുന്ന് കൊടുത്തിട്ടാണ് കിടത്തത്. പക്ഷേ ഞാനും പറഞ്ഞില്ല എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര കിച്ച് അതുകൊണ്ട് ഞങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വല്ലതും അടിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൾ ചോദിക്കണം അമ്മ നാളെ സ്കൂളിൽ പോകണോ, ഐ ഹാവ് കോഫ് എന്ന്. പക്ഷെ നാളെ അവൾക്കൊരു ടെസ്റ്റ് ഉണ്ട്. നാളെ തൊട്ട് ടെസ്റ്റ് തുടങ്ങുകയാണ്, നെക്സ്റ്റ് 5 days. നോക്കണം. അവൾക്ക് കാലത്ത് വയ്യെങ്കിൽ പ്രോബബ്ലി സിദ്ധുവിൻ്റെ ഡേ കെയറിലാക്കിയിട്ട് ഐ വിൽ ടേക്ക് ഹർ ഫോർ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ആൻഡ് സീ ഹൗ ഇറ്റ് ഗോസ്. സ്കൂളിൽ വിളിച്ചു വല്ലതും പറയാം. മിക്കവാറും ഇന്ന് രാത്രി എണീറ്റ് കരയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനത് മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ എനിക്ക് കരഞ്ഞാൽ ഫസ്റ്റ് ആര് കേൾക്കുന്നോ ചാടി എണീറ്റ് പോകും, അങ്ങനെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനിയിപ്പോൾ നാളെ ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ ഉണ്ടാവില്ല, കാരണം നാളെ ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ഉണ്ടാക്കണം, എനിക്ക് വർക്കും ഉണ്ട്, ഐ ബി ബിസി. തേഴ്സ്ഡേ പറ്റിയാൽ ഞാൻ വ്ളോഗ് ചെയ്യാം, തേഴ്സ്ഡേ ഓർ ഫ്രൈഡേ പറ്റിയാൽ ഞാൻ വ്ളോഗ് ചെയ്യാം. എനിക്ക് കൂട്ടായിട്ട് ഇവിടെ ലോലക്കുട്ടനെ ഇവിടെ ഉണ്ട്. ലോല എന്ന് പറഞ്ഞപ്പോൾ തല വെച്ചിട്ട് ഇവിടെ ഉണ്ട്, വിഷമിച്ച് കിടക്കുകയാണ് ചെറുതായിട്ട്. അച്ഛൻ പോയതിൻ്റെ വിഷമത്തിലാണ്. എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ടാണ് ലോലനെ വാങ്ങിച്ചത്. ഞാൻ US മൂവ് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ലോലനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിലും ഏട്ടനോടാണ് ലോലയ്ക്ക് സ്നേഹം. ഞാൻ പറയും അടുത്തത് ഞാൻ ആമ്പട്ടിനെ വാങ്ങുള്ളൂ, പെമ്പട്ടിനെ വാങ്ങിച്ചുകൊണ്ടാണ് ഏട്ടൻ്റെ പുറകെ നടക്കണമെന്ന് പറയുന്നത്. ഇന്ന് ഫുള്ള് ഏട്ടൻ്റെ പുറകെ ചുറ്റിക്കളിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു പോണ വരെ. പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ സാഡായിട്ടാണ് ഇരിക്കുന്നത് മെജോറിറ്റി. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. ഇനി കൂടുതൽ ഞാൻ വീഡിയോ ഫിലിം ചെയ്യുന്നില്ല, ഇതൊന്നുമില്ല. ഇതൊക്കെ ഒതുക്കിയിട്ട് ഞാൻ മേലെഴുതിയിട്ട് കിടക്കും, അത്രേ ഉള്ളൂ. ഈ പറയുന്ന പോലെ നമ്മൾ വീഡിയോസ് റീൽസൊക്കെ കാണുമ്പോൾ വിചാരിക്കും എവറി ഡേ യു ആർ സോ പ്രൊഡക്റ്റീവ്, യു ആർ ഡൂയിങ് ദിസ് ദാറ്റ്, ഓടി ഇടുന്ന യുവർ എനർജീസ് കണ്ടേജിയസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ദിവസമൊന്നും അങ്ങനെയല്ല. നമ്മളും സാധാരണക്കാരെ പോലെ നമുക്കും മടി പിടിക്കുന്ന ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ സിക്കാവുന്ന ദിവസങ്ങളുണ്ട്. ഇന്നിപ്പോൾ ചെറിയ വയ്യാത്തൊരു പോലത്തെ ഒരു ദിവസമായിരുന്നു, തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ലീവ് ആയതുകൊണ്ടും എന്താ പറയുക, അതിനെ പുഷ് അപ്പോൾ ആ ഒരു ഫീലിങ്ങിനെ പുഷ് ചെയ്തത് കൊണ്ട് നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു എക്സാമ്പിളാണ്. കാരണം വ്ളോഗ് എടുത്ത് തുടങ്ങിയപ്പോൾ കാലത്ത് എനിക്ക് അത്യാവശ്യം എനർജിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്യണം, മോളിൽ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇരുന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇന്ന് ആകെ ചെയ്തത് കുറേ നേരം കിടന്നു, ജിമ്മിൽ പോയി, പിന്നെ പിള്ളേരെ പിക്ക് ചെയ്തിട്ട് വന്നു, ഏട്ടനെ പാക്ക് ചെയ്യാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ. കാരണം ഇന്നിപ്പോൾ 2 നേരം പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചത്, ഞാൻ കുക്കൊന്നും ചെയ്തില്ല. ഇടയ്ക്ക് നമുക്ക് അങ്ങനൊരു എന്താ പറയുക ബ്രേക്ക് വേണം. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ അമ്മമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ദേ വിൽ ടേക്ക് ഓവർ ഫോർ യു. ഇപ്പം ഇതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് വിൽ ഔട്ട് സോഴ്സ് അല്ലേ, നമുക്ക് അങ്ങനെയല്ലേ പറ്റുക. ഗൈസ്, നമുക്കപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഡു ഇറ്റ് ഓൺ തേഴ്സ്ഡേ ഓർ മേ ബി ഫ്രൈഡേ വെൻ ഏട്ടൻ comes back. ഏട്ടന് നെയ്മീൻ പൊരിച്ചൊക്കെ വെക്കാനുള്ള നമുക്ക് ആ വീഡിയോ ഒന്ന് എടുക്കാം. Everybody take care and thanks for watching. If you like the video, don't forget to like and comment. Bye.